ഇത് ആദിലക്ഷ്മി, 1 വയസ്സ്. വിൻ ടിക്കറ്റ് നമ്പർ WK455666 എന്ന 65 ലക്ഷം രൂപയുടെ വിൻ ടിക്കറ്റ് ലോട്ടറി ഭാഗ്യം ആദിലക്ഷ്മിയിലൂടെ അച്ഛൻ പ്രജോഷാണ് കൊടുങ്ങല്ലൂരുള്ള ഉണ്ടേക്കടവ് കുര്യാപ്പറമ്പ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിലുള്ള അമ്മ ലോട്ടറി ഏജൻസിയിൽ നിന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ നടക്കലും പരിസരത്തും ടിക്കറ്റ് വിൽക്കുന്ന ലീല ചേച്ചി വാങ്ങിയ ടിക്കറ്റിൽ നിന്നാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26-നാണ് അമ്മയുടെ നടയിൽ തൊഴുത് കൊടുങ്ങല്ലൂരമ്മയുടെ പ്രസാദമൂട്ടും കഴിഞ്ഞ് മടങ്ങിയ പ്രജോഷ് ലീല ചേച്ചിയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയത്. വർഷങ്ങളായി ടിക്കറ്റ് എടുക്കുന്ന പ്രജോഷ് ഇത്തവണയും അത് മുടക്കിയില്ല. കേരളത്തിൽ ലോട്ടറി എടുക്കുന്നവർ നിരവധിയാണ്. എന്നാൽ ഭാഗ്യദേവത കനിഞ്ഞാലും നിർഭാഗ്യം കൊണ്ട് അത് കൈവിട്ടു പോകുന്നവരും നിരവധിയാണ്. നിർധന കുടുംബത്തിലെ ഒരു ഹതഭാഗ്യന് ലോട്ടറി അടിച്ച കഥയാണ് ഇന്ന് കാഴ്ചപ്പതിപ്പിൽ. ഒരു ലോട്ടറി ഭാഗ്യവും കീറിപ്പോയ ടിക്കറ്റും. വിൻ ടിക്കറ്റ് നമ്പർ WK455666. ഒക്ടോബർ 26-ാം തീയതി ഉച്ച മുതൽ ഒക്ടോബർ 27-ാം തീയതി ഉച്ചവരെയുള്ള പ്രജോഷിന്റെ ഒരു ദിവസം. ഒക്ടോബർ 26, 2014 പ്രജോഷ് ലോട്ടറി വാങ്ങിയ ദിവസം. പിറ്റേ ദിവസം ഒക്ടോബർ 27 നറുക്കെടുപ്പ് ദിവസം.
ഈ കുരുന്നിന്റെ കയ്യിലുള്ള ടിക്കറ്റാണ് 27/10/2014 നറുക്കെടുത്ത വിൻവിൻ ടിക്കറ്റ് നമ്പർ WK455666 ലോട്ടറി അടിച്ചത്. പക്ഷേ നിഷ്കളങ്കയായ ഈ കുഞ്ഞിളം കൈ എന്ത് പിഴച്ചു? അവൾ അറിയാതെ വായിൽ വച്ച് കടിച്ചും കുറച്ച് കീറിക്കളഞ്ഞും കുസൃതി കാണിക്കുകയായിരുന്നു. ആദിലക്ഷ്മിയാണ് ഈ വീട്ടിലേക്ക് സൗഭാഗ്യം കൊണ്ടുവന്നത്. പക്ഷേ ഭാഗ്യദേവത കനിഞ്ഞിട്ടും ഭാഗ്യം ഈ വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നിർഭാഗ്യത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ ഈ ലോട്ടറി ഭാഗ്യം. ലോട്ടറി അടിച്ച ദിവസം മുതൽ ഇന്ന് വരെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. എല്ലാവരും ഒരേ ഇരിപ്പ്. ആരോട് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് കുടുംബം. ഞാൻ കൂലിപ്പണിക്കാണ് പോണം. ഡിസംബർക്ക് അളി ഭാര്യ ആങ്ങളമാരും കൂടെയാണ് പോകണം. ടിക്കറ്റ് എല്ലാ ദിവസവും എടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം പോലും എടുക്കാത്ത ദിവസങ്ങളില്ല ടിക്കറ്റ്. അത് 3-4 പൈസ ഉള്ള ഇതുപോലെ ഞാൻ എടുക്കാറുണ്ട്. 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. രാവിലെ കൊടുങ്ങല്ലൂർ വെച്ചിനൊരു ചേച്ചിരി എന്നാണ് എടുക്കണം. അതെടുത്ത് വൈകിട്ടാണ് വീട്ടിൽ വരണം. വീട്ടിൽ വന്ന് ഷർട്ടൂരി ഇട്ട് കൊച്ച് പോക്കറ്റിൽ നിന്ന് ശ്രദ്ധിച്ചില്ല. അത് എടുത്ത് കീറിയതിന് ശേഷം തലേദിവസം പിറ്റേ ദിവസം നോക്കണം ടിക്കറ്റ്. ഇങ്ങനെ നോക്കിയിട്ടില്ല ഞാൻ ടിക്കറ്റ്. അപ്പോൾ അടുത്ത വീട്ടിലെ പേപ്പർ മേടിച്ച് നോക്കിയപ്പോഴാണ് ടിക്കറ്റ് നമ്പറുകളൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടായി. 4 അക്കം 5666 ആ നമ്പർ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ബാക്കി 2 നമ്പർ മാത്രമാണ് എനിക്ക് ഓർമ്മയില്ലാത്ത. ആ നമ്പറിൻ്റെ കുറേശ്ശെ ഭാഗങ്ങളിൽ എനിക്ക് നിലത്തുനിന്ന് തന്നെ എനിക്ക് കിട്ടി. പിന്നെ സീരിയൽ നമ്പർ അതിൽ W ഫുള്ളായിട്ടുണ്ടായിരുന്നു. കേര ഒരു തോന്നും ഒരു ചെറിയ ഇത് എന്നെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഉറപ്പായി എൻ്റെ ടിക്കറ്റ് തന്നെയാണ് അത്. പിന്നെ ആ ചേച്ചിനെ കണ്ടപ്പോൾ വ്യക്തമായി കൊള്ളും എനിക്ക് എന്നെ അടിച്ച ടിക്കറ്റിന്. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തുള്ളൂ. വേറെ 3 ടിക്കറ്റ് വേറെ ഉണ്ടായിരുന്നു. മൊത്തം 4 ടിക്കറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. 4 ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് കയറി 2 ടിക്കറ്റ് കയറിയതിൽ ഒരെണ്ണം പകുതിയായിട്ടാണ് കയറി. ഒരെണ്ണം പൂർണ്ണമായിട്ട് പിച്ച് ചീന്തിയ പോലെയാണ്. ഈ പ്രൈസ് അടിച്ച ടിക്കറ്റിന് ആകെ പൂർണ്ണമായിട്ട് ചീന്തിയ പോലെ. നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് പ്രജോഷ്. കൂലിപ്പണിയാണ്. അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് വൃദ്ധയും രോഗിയുമായ അമ്മയെയും ഭാര്യയെയും 1 വയസ്സും 9 വയസ്സുമുള്ള 2 പെൺമക്കളെയും പോറ്റുന്നത്. ഇത് കണ്ടതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചത്. അത് സനി എന്ന് പറയും. എൻ്റെ കൂടെ പണിക്ക് പോകണം, ഒരുമിച്ച് പണിക്ക് പോകണം. സനിനെ ഈ നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടല്ല, 3, 6 പിന്നെ 5 ഞാൻ കാണിച്ചത്. ഈ നമ്പറാണ് 3, 6 എടുത്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, എടാ ഇങ്ങനെ കടയിൽ നിന്ന് ഒരു ചേച്ചിയുടെ നിന്നാണ് എടുത്താന്ന് ചോദിച്ചു എന്നോട്. അതെ ചേച്ചി, കറുത്ത ചേച്ചി, ആ ചേച്ചിനെ എടുത്തത് ചായക്കടയിൽ അവിടെ വെച്ചാണ് എടുത്തത്. അപ്പോൾ ആ ചേച്ചി ആളെ കിട്ടാണ്ട് അന്വേഷിച്ചിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പോയിരുന്നു. അവിടെ പോയിരുന്ന് അവിടുത്തെ ചേട്ടനായിട്ട് സംസാരിച്ച് ആ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഈ ചേച്ചിക്ക് ടിക്കറ്റ് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി എന്താ ചെയ്തു തരാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ എല്ലാവരും ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇളയ കുട്ടി പിറന്നതിന് ശേഷം 1 വയസ്സായിപ്പോൾ കുട്ടി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് വലിയ പ്രൈസ് ഇങ്ങനെ അടിക്കണം. 65 ലക്ഷം രൂപ. അതൊരു വലിയ ഭാഗ്യം തന്നെ ഉച്ച കൊണ്ടുവന്നത്. അത് ഇങ്ങനെ പോയി മനസ്സിന് എന്തോ വിഷമം.
നെഞ്ചുവേദനയെ തുടർന്ന് അച്ഛൻ 8 വർഷം മുൻപ് മരിച്ചതിൽ പിന്നെ അമ്മ മറ്റുള്ള വീടുകളിൽ പണിയെടുത്തും മുറ്റമടിച്ചുമാണ് പ്രജോഷിനെയും സഹോദരിയെയും വളർത്തി വലുതാക്കിയത്. മകളെ കല്യാണം കഴിച്ചയച്ചു. 5 പേരുള്ള കുടുംബത്തിന്റെ വിശപ്പടക്കാൻ പ്രജോഷിന്റെ കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രം പോരെന്ന് തോന്നിയപ്പോഴാണ് വയസ്സായ ഈ അമ്മ ഇപ്പോഴും മറ്റുള്ള വീടുകളിൽ മുറ്റമടിക്കുവാനും വീട്ടുജോലികൾക്കുമായി പോകുന്നത്. കുഞ്ഞുമകൾ കൊണ്ടുവന്ന ഭാഗ്യം അത് ഭാഗ്യമായി തന്നെ തീരണേ എന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥന. കുഞ്ഞിൻ്റെ 1 വയസ്സായ കുഞ്ഞിൻ്റെ ഞാൻ വീട്ടുപണിക്ക് പോകും. വയ്യാത്ത ആളാണ്. ഈ മോന് എന്തായാലും രക്ഷപ്പെടാനുള്ളൂ. ലോട്ടറി അടിച്ചത് അങ്ങനെ ഇത്ര കാലം മുമ്പ് ആൾക്ക് അടിച്ചതാണ് ലോട്ടറി. ഇത് കിട്ടിയ ഞങ്ങൾക്ക് എനിക്ക് വെള്ളം കുടിക്കാനും ഞാൻ വീട്ടുപണിക്ക് പോണ ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ മോന് സഹായിക്കാന ഞാൻ വീട്ടുപണിക്ക് മോൻ ഇങ്ങനെ പണിക്ക് പോയി അങ്ങനെയൊക്കെയാണ്. പിന്നെ 2 പിള്ളേർ പെൺകുഞ്ഞുങ്ങൾ എപ്പോഴും വയ്യാത്തവരൊക്കെയാണ്. അവർ എപ്പോഴും ജോലി ഉണ്ടാവലില്ല മോനെ. അതെന്ത് ചെയ്യാനാണ്? ഒന്നും അറിഞ്ഞുവിടില്ല. കുഞ്ഞ് പെയ്യാനല്ലേ, കുഞ്ഞ് ഒന്നും അറിയാത്ത പെയ്യാൻ കീറി കഴുത്ത് തിന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മ കണ്ടില്ല. പൊതുവെ അധികം ആരോടും സംസാരിക്കാത്ത പ്രജോഷിന് ലോട്ടറി അടിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചതോടുകൂടി മിണ്ടാട്ടമേയില്ല. 2 പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ചിലവുകൾക്കുമൊക്കെയായി കുടുംബം ഏറെ ബുദ്ധിമുട്ടുന്നതിനിടയിൽ കൈവന്ന ഭാഗ്യം കുഞ്ഞിന്റെ ഭാഗ്യമായി തന്നെ കരുതുകയാണ് കുടുംബം. പ്രജോഷേട്ടൻ്റെ വരുമാനത്തിൽ നിന്നാണ് കുടുംബം കഴിഞ്ഞു പോണത്. അമ്മയാണെങ്കിൽ വീട്ടുപണിക്ക് പോവേ. മക്കള് 2 പേരുണ്ട്, പെൺകുട്ടികളാണ്. ആദിത്യ, ആദിലക്ഷ്മി. അറ്റങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രജോഷേട്ടൻ്റെ വരുമാനത്തിൽ നിന്ന് വേണം. ടിക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. അത് കീറിപ്പോയതിപ്പോൾ കഞ്ഞി പോലും വെക്കാനുള്ള മാനസികാവസ്ഥയല്ല. വെക്കുന്നുണ്ട് പക്ഷെ അതെന്നും എടുത്താണ്. വെക്കാതിരുന്നിട്ടും കുഞ്ഞുമക്കൾ 2 കൊടുക്കണ്ടേ, വെക്കണമെന്ന് മാത്രം. നമുക്കത് കുടിക്കാനോ അതിനുള്ള മാനസികാവസ്ഥയല്ല. പ്രജോഷേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നും പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കുക. അത് ആൾ പെരക്കാത്ത് കയറ്റാറില്ല. കയറി വരുമ്പോൾ തന്നെ പൈസ കൊടുക്കണം. ആളുകൾ അങ്ങനെ എടുത്തെടുത്ത് ആൾക്ക് അതൊരു ശീലമായി. അപ്പം ആൾ വന്ന് കയറി ഷർട്ട് ഊരിയിട്ടപ്പോൾ പോക്കറ്റിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ആൾ കീറുകയാണ് ചെയ്തത്. ഭാഗ്യദേവത കനിഞ്ഞാലും നിർഭാഗ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവർ നിരവധിയാണ്. പലവിധ കാരണങ്ങളാലും അബദ്ധങ്ങളാലും ഭാഗ്യം കൈവിട്ടു പോകുമ്പോൾ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരും ഇത് വിറ്റ് അന്നം തേടുന്നവരും കേരളത്തിൽ നിരവധിയാണ്. പ്രജോഷിന്റെ സൗഭാഗ്യത്തിലൂടെ അതിലൊരു പങ്ക് ലോട്ടറി വിറ്റ ലീല ചേച്ചിക്കും ലഭിക്കേണ്ടതായിരുന്നു. അത് ചെക്കനിടക്കിട്ട് എവിടെ ഇടവിട്ട് എടുക്കാറുണ്ട്. വല്ലപ്പോഴും കാണുമ്പോഴൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പ്രസാദ് വീട്ടിൽ നമ്മുടെ പ്രസാദ് വീട്ടിൽ വരിയിൽ നിൽക്കുമ്പോൾ ഞാൻ വരിയിലിരിക്കുമ്പോൾ അപ്പോൾ വന്ന് മേടിക്കാറുണ്ട്. പിന്നെ അന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ 10:30 ചായ കുടിക്കാൻ പോക്കുണ്ട്. അപ്പോൾ ഈ ചെക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ടിക്കറ്റ് മേടിച്ച് എന്നിട്ട് അപ്പോൾ അങ്ങനെ വിളിച്ചു പറയേ ഉച്ചരിഞ്ഞ് ലോട്ടറിക്ക് അമ്മയെന്ന് വിളിച്ചു പറഞ്ഞ് മതിലുമൂലയിലേക്ക് എൻ്റെ വീടിൻ്റെ അവിടേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിട്ട് വിളി ഇങ്ങോട്ട് വരിക. ഞാനപ്പോൾ എൻ്റെ മുകളിലെ കൊച്ചമ്മ വാസുരിക്ക് എടുക്കുന്നുണ്ട്, അവിടെ ഇറന്ന്. അപ്പോൾ അവിടേക്ക് മൊബൈലിൽ വിളിച്ച് പിള്ളേർ വിളിച്ച് അമ്മക്ക് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അമ്പലത്തിൽ വന്നപ്പോൾ എന്നെ അന്വേഷിച്ച്. അപ്പോൾ അമ്പലടയിൽ വെച്ച് കണ്ട്, വടക്കടയിൽ വെച്ച് കണ്ട്. അപ്പോൾ ആ ചെക്കനക്ക് വിഷമം. ഇങ്ങനെ ചെക്കൻ്റെ 1 വയസ്സായ കുട്ടി ഇങ്ങനെ ടിക്കറ്റ് കീറിയെന്നുള്ളത് വിഷമം പെട്ട് പറഞ്ഞ്. അപ്പോൾ അതും എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ സർക്കാരിനോട് ടിക്കറ്റിൻ്റെ അവരെ പ്രൈസ് ടിക്കറ്റ് കാശ് കൊടുക്കണം. എന്നാലെല്ലാം മൊത്തം കേരളത്തിലെല്ലാവർക്കും ഒരു ഇതാവുള്ളൂ. അവർക്ക് കിട്ടുമെന്നുള്ള ടിക്കറ്റിനും ചിലവ് കൂടും, മൊത്തത്തിൽ നല്ലൊരു പേരും ആവും. പാവപ്പെട്ടവർ ഇതുണ്ടല്ലോ ജീവിക്കണേ മറ്റു ആൾക്കാരും. എൻ്റെ അരി മേടിക്കലും മരുന്ന് മേടിക്കലും ഒക്കെ ഇത് വിറ്റിട്ടാണ്. പ്രൈസ് കിട്ടിയാൽ ഗുണമുണ്ട്. വീടൊക്കെ ഇതായി കിടക്കണ വീട് നന്നാക്കണം. പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഭർത്താവ് വയ്യാണ്ട് 3 കൊല്ലമായി പണിക്ക് പോക്കില്ല. കൊടുങ്ങല്ലൂർ അമ്മ ഞങ്ങൾക്ക് തന്നതല്ലേ, അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ സർക്കാർ കൊടുത്തെങ്കിലേ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിതം ഒരു മഹായാത്രയാണ്. ഈ മഹായാനത്തിൽ നമ്മോടൊപ്പമുള്ള സഹയാത്രികർക്ക് കാലിടറിയാൽ
അവരെ കൈപിടിച്ച് കൂടെ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജീവിതയാത്രയിൽ തകർന്നു പോയ ഒട്ടനവധി പേർക്ക് താങ്ങാകുവാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച അതിമഹത്തായ ജീവകാരുണ്യ പദ്ധതിയാണ് കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി. ഒരു കാരുണ്യ ഭാഗ്യക്കുറിയെടുത്ത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളിയാകും. ടിക്കറ്റ് വില 50 രൂപ. നറുക്കെടുപ്പ് എല്ലാ ശനിയാഴ്ചയും. പാവങ്ങൾക്ക് എന്ത് കാരുണ്യ, വിൻ വിൻ. അവർക്കെല്ലാം ഒന്നാണ്. ഒരു ലോട്ടറി എടുക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരിറ്റു കരുണയാണ് നൽകുന്നതെന്ന് സർക്കാർ ഓർമ്മിപ്പിക്കുമ്പോഴും ചെറിയ ഒരു കയ്യബദ്ധം കൊണ്ട് നിർഭാഗ്യത്തിന്റെ നിഴലിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ താങ്ങാവുന്നതിനപ്പുറമാണ്. കുഞ്ഞു കൈകളിൽ പറ്റിയ ഒരു ഭാഗ്യദോഷത്തിന്റെ ചുവട് പിടിച്ച് ഒരുപാട് പേർക്ക് ഭാഗ്യം നിഷേധിക്കുന്നത് നീതിയാണോ? ഇത് പറഞ്ഞവർ തന്നെ തീരുമാനിക്കട്ടെ. കഷ്ടപ്പാടുകളാൽ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തോടൊപ്പം നാട്ടുകാരും എല്ലാ പിന്തുണയുമായി രംഗത്തുണ്ട്. കേരള ഗവൺമെന്റ് ലോട്ടറി അതായത് ലോട്ടറി ടിക്കറ്റ് കൊണ്ട് അല്ലെ ലോട്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും സഹായിക്കുക എന്ന രീതിയിലാണ് കാരുണ്യായാലും വിന്നായാലും മറ്റു പേരിലുള്ള എല്ലാ ദിവസമുള്ള ലോട്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അടിച്ച പ്രൈസ്, അതായത് കിട്ടിയ പ്രൈസ്, ഈ വന്നു കയറിയ ഭാഗ്യദേവത അവൻ്റെ വീട്ടിൽ തന്നെ എത്തണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങളുടെ സുഹൃത്തുക്കളുള്ള ഉള്ള ആഗ്രഹങ്ങൾ. ആ ആഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ട് അതിന് വേണ്ട നടപടികളായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയായ നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ഈ മാണി സാറിനെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹം മാണി സാറ് ഇതിന് ഒരു നല്ല നടപടി, ശരിയായ രീതിയിൽ നല്ല നടപടി എടുത്ത് ആ സമ്മാനം വിൻവിൻ ലോട്ടറിയുടെ 1ാം സമ്മാനമായ 60 ലക്ഷം രൂപ പ്രതീക്ഷിച്ചും കുടുംബത്തിന് തന്നെ നൽകും എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളത്. കേരള ലോട്ടറി വകുപ്പും ധനമന്ത്രി മാണി സാറും കൂടി ആണ് ഇനി ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. പിഞ്ചു കുഞ്ഞിൻ്റെ ഒരവസ്ഥ കൊണ്ട് പറ്റിപ്പോയത് അവൾക്കൊരു ഭാഗ്യദോഷമായി വരാത്ത രീതിയിൽ, ഒരു കാലത്തും ആയ പിഞ്ചു കുഞ്ഞിനൊരു ഭാഗ്യദോഷമായി വരാതെ അതൊരു അവൾക്കായിട്ട് കൊണ്ടുവന്ന ഭാഗ്യമായി മാറണമെന്ന് എപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം. കാഴ്ചപ്പതിപ്പിലൂടെ ലോകം മുഴുവനുള്ള ജനങ്ങൾ മുഴുവൻ ഇത് കണ്ടു കഴിഞ്ഞു. ഇനി സർക്കാരിലും മാണി സാറിലാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ. നാട്ടുകാരും എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇനി സർക്കാരാണ് ഇവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. 2 കുഞ്ഞുമക്കളാണ്. ഇനി സർക്കാരാണ് അവർക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. അതിലാണ് ഞങ്ങൾ ഇനി എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരിക്കുന്നത്. ഭാഗ്യം വല്ലപ്പോഴും വരുന്ന ഒന്നാണ്. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം, ഒരുപാട് ത്യാഗങ്ങൾക്ക് ശേഷം കാലം നാം ചെയ്ത ത്യാഗങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ് ഭാഗ്യം. അത് തട്ടിത്തെറിപ്പിക്കാൻ ആർക്കാണ് അവകാശം? ടിക്കറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഭാഗ്യക്കുറി ഡയറക്ടർക്ക് കൈമാറിയിരിക്കുകയാണ്. അധികാരികൾ കനിയുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ കുടുംബവും. ഞങ്ങളുടെ കുടുംബം ആകെ ഇതാണ്. സർക്കാരപ്പം ഈ കുഞ്ഞിന് ഇതായാലും ഞങ്ങൾക്ക് മാണി സാറ് മനസ്സരിഞ്ഞ് പ്രതീക്ഷ ഉണ്ട് കിട്ടുമെന്ന് മനസ്സിൽ. കുടുംബം അങ്ങനെ തരയണിങ്ങ 2 മക്കളുടെ കാര്യവും അമ്മയുടെ കാര്യവും ഞങ്ങളുടെ കാര്യവും നല്ല രീതിയിൽ പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. മാണി സാർ എന്തെങ്കിലും കനിഞ്ഞ് ഞങ്ങൾക്ക് തരണേ. മക്കൾക്ക് വേണ്ടി മക്കളെ പഠിപ്പിക്കണം, നല്ല നിലയിൽ അവരെ നടത്തണം എന്നൊരാഗ്രഹമുണ്ട്. അതിൻ്റെ പേരിൽ അടിച്ച ലോട്ടറിക്ക് എന്തെങ്കിലും തരണമെന്ന് വർഷങ്ങളായി ഞാൻ എടുത്തുകൊണ്ടിരിക്കണ. ഇപ്പോഴും ഒരു ഭാഗ്യം വന്നത്, കൊച്ചു പിറന്നതിന് ശേഷം ഒരു ഭാഗ്യം വന്നത്. അത് ഇങ്ങനെ ആയിപ്പോയത്. അത് സർക്കാർ എന്താണെന്ന് വെച്ചാൽ അത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ലോട്ടറി ഒരു പരീക്ഷണമാണ്. എന്നിട്ടും ജനങ്ങൾ ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നത് ഇവരുടെ വാക്ക് വിശ്വസിച്ചാണ്. സാറിനും ലോട്ടറിയോ? ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. ഞാനും എടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. വിശ്വസ്തം, സുതാര്യം, ജനകീയം. ഭരണകൂടം പറയുന്നത് പോലെ ലോട്ടറി പാവങ്ങൾക്ക് ഒരു സാന്ത്വനം തന്നെയാണ്. പാവങ്ങളുടെ ദുരിതാശ്വാസത്തിനായി സർക്കാർ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൽ വിശ്വസിക്കുന്നവർ നിരവധിയാണ്. ജനങ്ങൾ
അതെടുക്കുന്നത് ഭരണകൂടത്തെ വിശ്വസിച്ചാണ്. അവർ നൽകുന്ന പരസ്യത്തെ വിശ്വസിച്ചാണ്. അത് പാലിക്കപ്പെടാതിരുന്നാൽ തകരുന്നത് ഈ പരസ്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും വിശ്വാസ്യതയാണ്. ലോട്ടറി വരുമാനത്തിലൂടെ പാവങ്ങൾക്കും രോഗികൾക്കും വിവിധ സഹായ ചികിത്സാ ദുരിതാശ്വാസ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു കൈത്താങ്ങാവുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഇത്തരം സൗഭാഗ്യങ്ങൾ തട്ടിയകറ്റുകയല്ല, മറിച്ച് ഒരു ചെറിയ കൈപ്പിഴ കൊണ്ട് സംഭവിച്ച വലിയ ഭാഗ്യം അതെങ്ങനെ അവർക്ക് ലഭ്യമാക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. ദൈവം ആദിലക്ഷ്മിക്ക് മേൽ ഭാഗ്യം ചൊരിഞ്ഞു. അത് തട്ടിയകറ്റാൻ നമുക്ക് അവകാശമില്ല. ഈ കുഞ്ഞിളം കൈയിലെ ഭാഗ്യം അത് സൗഭാഗ്യമായി തന്നെ ഈ വീട്ടിൽ വന്നു ചേരണം. ആദിലക്ഷ്മി ഈ കുടുംബത്തിന്റെ ഭാഗ്യലക്ഷ്മിയാവട്ടെ. അതിനായി കനിയേണ്ടത് സർക്കാരാണ്. ഒരു വയസ്സായുള്ള മകളാണ് ഈ കൊച്ചുകുട്ടി വലുതായി വരുമ്പോൾ ആ ജീവിതകാലം മുഴുവൻ പക്ഷേ ഒരു ശാപിക്കപ്പെട്ടൊരു കുട്ടിയാണെന്ന് ചിലപ്പോൾ അതിൻ്റെ മനസ്സിലും ചിലപ്പോൾ ജനങ്ങളും പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ആ കുസൃതിയിൽ നിന്നുണ്ടായ ആ ഒരു സംഭവത്തിന്, ആ ചെറിയ ഒരു തെറ്റ്, ആ കൊച്ചുകുട്ടിയുടെ തെറ്റാണെന്നറിയില്ല, ആ ഒരു സംഭവത്തിനെ മുന്നോട്ട് പോകണമെങ്കിൽ, അതായത് ജീവിതകാലം മുഴുവൻ സന്തോഷമായി ജീവിക്കുന്നെങ്കിൽ മാണി സാറ് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ആ സമ്മാനത്തുക അല്ലെങ്കിൽ ആ ലഭിച്ച ഭാഗ്യം ആ കുടുംബത്തിന് ലഭിക്കണം. നിഷ്കളങ്കയായ ഒരു കുഞ്ഞിന്റെ കളി ഇത്ര വലിയ സങ്കടമാകുമെന്ന് ആരോർക്കാൻ? ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത പ്രജോഷിനെയും കുടുംബത്തെയും കാഴ്ചപ്പതിപ്പ് സർക്കാരിന് മുൻപിൽ സമർപ്പിക്കുകയാണ്. ഇവർ അധികാരികളുടെ കാഴ്ചയിൽപ്പെട്ടെങ്കിൽ എന്ന് ആശിക്കട്ടെ. കാഴ്ചപ്പതിപ്പിന്റെ ഈ ലക്കം സമാപിക്കുന്നു. കാഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ്, കെയർ ഓഫ് ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID kaachapadiപ്പ്@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.